അസ്സലാമു അലൈക്കും. എന്തൊക്കെ മാട്ടം, റാഹത്തല്ലേ? ഇന്ന് നോമ്പ് 18 അല്ലേ? അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ, ഒരു നോമ്പ് തുറ. അത് നമ്മളെ പ്രിയ ചങ്കിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മളൊരു ചങ്കിനും കൂടി കൂട്ടാണ്ട്, ഓൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം മലപ്പുറത്തേക്ക്, കൊണ്ടോട്ടിന്ന് മലപ്പുറം. ജസ്റ്റ് ഇൻട്രോ നിൽക്കണില്ല കേട്ടോ. ആരോ കഴിഞ്ഞ കമന്റിൽ ഒരു അഹങ്കാരം കൂടുതലാണ് കണ്ടിട്ട് ഇന്നത്തെ ഇൻട്രോ എടുക്കാതെ വന്നിട്ടില്ല. അപ്പോൾ നമ്മള് പോയി നോക്കുക. ഇന്നത്തെ വ്ളോഗിലുള്ള ഭയങ്കര ഡീസൻ്റ് ആക്കാരം. അപ്പോൾ പോയേക്കല്ലോ മോനു മലപ്പുറത്തേക്ക് കേട്ടോ, ഓരോ കൂട്ടിയിട്ട് മലപ്പുറം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ, ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കൂടെ കൂടിക്കൂടി നമ്മൾ പോയി നോക്കാം. നീച്ച് വരുമെന്നുണ്ട് കേട്ടോ. എങ്ങോട്ട്? വിചാരിച്ചിട്ടല്ലേ ഉള്ളൂ, പിന്നെ കണ്ടപ്പോഴല്ലേ വിചാരിച്ചേ. ഇതാണ് അവസ്ഥ. നമ്മളൊക്കെ കൂട്ടം ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയായി. സെലിബ്രിറ്റികളല്ലേ, പണ്ടെന്താ കാര്യം, നമ്മളൊരു സ്ഥിതമാരൊക്കെ ആവേ. ഇവിടെ ഓരോ കൂടെ പോവാ. പറഞ്ഞോ, നോമ്പ് ഇപ്പൊ 18 എത്ര ദിവസം ഇവിടെ പത്തിരി എത്തിയണേ? അങ്ങനെ എല്ലാ ഓരോ നോമ്പ് തുറ പറഞ്ഞിട്ട് പോലല്ലേ. നോമ്പ് 18 ഒരു ദിവസമെങ്കിലും ഇവിടെ പറഞ്ഞോ? 2 പ്രാവശ്യം ആകെ. അല്ലാത്ത ചെങ്ങായി വിളിച്ചാലും പോവും, വിളിച്ചില്ലേലും പോവും. എവിടെങ്കിലും നോറ്റതാണോ പറഞ്ഞേ? ഇവിടെ പറഞ്ഞു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തു വന്നു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വെയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചത് മോഹമെല്ലാം കള്ളത്തേരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം പൊണ്ടനായി, കമ്മലിൽ മിന്നലായി. കവിളത്തെ നുണക്കൊയി ചിരി അവളറിഞ്ഞേ. രാവിലെ കഴിഞ്ഞിട്ടും കനവ് കണ്ടിരുന്നേ. മനത്ത് കടയുടെ മഴവില്ലിനൊളിവേ. നാളത്തിലൊരു തുണി കുയനവളറിഞ്ഞേ. പുഞ്ചലത്തെ പൂമോളെ പൂഹവത്തിൽ പൊന്നാരെ. പുന്താരപ്പോൾ മിന്നുന്നേ പുന്താരം വീരും നേരം. അചന്ദനനിയൽ ചന്ദ്രികയോ വരെയും സുരഭയരതും സുന്ദരിയോ നീ. കസവിനുരയും ഏഴഴകോ നീ. സുരുമഴരതും സുന്ദരിയോ നീ. സസവിനുരയും ഏഴഴകോ നീ. കവിളത്തെ നുണക്കുയി ചിരി അവളറിഞ്ഞേ. രാവിലെ കഴിഞ്ഞിട്ടും കനവ് കണ്ടിരുന്നേ. മനത്ത് വീഴ മഴവില്ലിനൊളിവേ. നാണത്തിലൊരു തുണി തുഴനവളറിഞ്ഞേ. പുഞ്ചലുത്ത പൂമോളെ പൂവത്തിൽ പൊന്നാരെ. പുന്താരപ്പോൾ മിന്നുന്നേ പുന്താരം വീഴുന്നേ. അചന്ദനനിയലിൽ ചന്ദ്രികയോ സുറുമഴരുതും സുന്ദരിയോ നീ. കസവിനുറയും ഏഴഴകോ നീ. അങ്ങനെ ഗൈസ്, നമ്മള് സ്വീകരണ സ്ഥലത്ത് എത്തി. ഏകദേശം അവിടെ അരക്കുണ്ടല്ലോ. ഇറങ്ങിക്കോളിട്ടോ, എല്ലാരും പോയിട്ട് നോമ്പറന്നോളിട്ടാ. എന്താ ഇജ്ജ് പാട്ടാടിയില്ലല്ലോ. നമ്മളെ ചങ്കിന്റെ വീട് കേറി പോയിട്ട് നമുക്കുള്ള എടുത്ത് മാറ്റി വെച്ചോ. ടേസിയെ ഈത്തപ്പയും വെള്ളമൊക്കെ വേഗം മാറ്റി വെച്ചോ. ഇജ്ജ് നമ്മളാ വിട്ടോ അവിടെ പോയിട്ട്. ഇജ്ജ് വെറുതെ സ്റ്റാൻഡേർഡൊന്നും കാട്ടി നിക്കണ്ട. നിങ്ങളെപ്പോഴെത്തി കേട്ടോ? എല്ലാവർക്കും എനിക്ക് ടൈമില്ല. എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ തിരക്കാണ് എല്ലാരും കൂടെ. എല്ലാരും റെഡി അല്ലേ? എന്താണ് ഫോട്ടോ എടുക്കാൻ നിക്ക? ഞാൻ ഇവിടെ എന്താണ് ഋഷുവിനടുത്തേക്ക് ഞങ്ങൾ നിൽക്കുള്ളൂ. കാരണം അവൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഋഷുവിൻ്റെ അടുത്തായിരിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ചാണ്. എന്താ അന്റെ പ്രശ്നം എന്താ? അന്റെ പ്രശ്നം എന്താ? അങ്കന്തി പ്രശ്നം ഉണ്ടാ? അങ്കന്തി പ്രശ്നം ഉണ്ടാ? ഇജെന്താ ക്യാമറയുടെ മുമ്പ് കയറാത്തി? ഇജ് ഞങ്ങളൊക്കെ ക്യാമറ എടുക്കണ്ടല്ലോ നീലക്കുയിലിന്റെ മാതിരിക്ക്.
ആ മാം വരും തരാ. ഓ ഹോ ഹോ ഇറക്കാണ്ട് ചെമ്പറക്കാണ്ട് പോകുമ്പോ ആ വലിയ ചെമ്പ് ഋഷിപ്പ പോക്കും. റെഡി റെഡി. അല്ലല്ല ഓൻ പിടിക്കോ. ഞാൻ അടുത്താണ് ചെറുതാണ്. അല്ല വലുതന്നെ ഇല്ല കുഴപ്പമില്ല. ആ പോട്ടർ കൂലി വാങ്ങാനുള്ള അധ്വാനിക്കണില്ല. ആ വീഡിയോക്ക് വേണ്ടിട്ടാ കാര്യമായിട്ടൊക്കെ കൊണ്ടോണത്. എന്താടാ എന്തായത് കാര്യം പൂര നട്ടു. ഇത്ര വലിയ ബോക്സ് ഒന്നും എടുക്കണ്ട. ഇത്ര തോന്നെ ആൾക്കാരുണ്ടാവുമ്പോ ഇറക്കാനും ആവേശം ഉണ്ടാവും. ഇതൊക്കെ സൗക്കിന്റെ അണ്ടറിലാവുന്നുണ്ട് അല്ലേ? പ്രശസ്ത യൂട്യൂബർ അന്നാപ്പി വീണ്ടും നമ്മുടെ ഓമ്പോയിക്കാത്തോണ്ടാണ് അത്. മകന് മരുമകന് ഇത് ഇതിലാണ് കൊണ്ടുപോകാ. ഇതെന്താ ഓൺലൈൻ എടുത്താ? ഇത് ഓൺലൈനാ? ഇത് നോക്കിയാ ഇതൊക്കെ അവിടെ ചെമ്പറക്കിയതാ. കണ്ടോ പുതിയ ബ്രാൻഡാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ കാത്തിക്കാണ്. ചെല്ലി നടക്കേ. എന്നിട്ട് എന്തൊക്കെയുണ്ട് ആശയ? പ്രാർത്ഥനല്ലേ? ഒരുപാട് കണ്ട് യൂട്യൂബിൽ പരിചയമുള്ള മുഖം. അതാണ് ആശയ്ക്ക്. കുറെ ആൾക്കാരുണ്ട് അവള് പുതു. ട്ടാന്റെ വെട്ടിയിട്ടുണ്ട്. തട്ടാന്റെ പെട്ടി സെപ്പാനും നോമ്പ് ഒറ്റ വയ്ക്കുള്ള നോമ്പർപ്പിച്ചല്. ഇത് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. അത് നമ്മളെ ഇതെപ്പോഴാ നിങ്ങൾ നല്ല കണ്ട കാര്യമൊക്കെ അതാ ഒരു ഈ മാസത്തെ മാന്യത കാണിക്കേ. ദിൽഷാക്ക് നോമ്പ് നോറ്റോലെ മാതിരി വരുന്നുണ്ട് കേട്ടാ. നല്ല ക്ഷീണം കണ്ടാലേ നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ട് കണ്ടാൽ തന്നെ അറിയാം. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അവിടുന്ന് അഭിനയിച്ചാണ്ട് വരാണ്. നിങ്ങളിപ്പോ തന്നെ നോമ്പ് പറഞ്ഞോ? ഇപ്പൊ തന്നെ നോമ്പ് പറഞ്ഞോ? അത് കാണാണ്ട് ഇന്നത്തെ നോമ്പാ? നോമ്പറ്റുള്ള മാതിരി ചെയ്തോ. ഞങ്ങൾ ചെയ്യണ മാതിരിക്ക് നിസ്കരിച്ച ഇന്ന് നോളാവില്ല. അപ്പൊ പോരി ബാ മരി നിസ്കരിച്ചിട്ട് വരാ. വാ ഇന്ന് എന്റെ കൂടെങ്കിലും ജിൽഷാനൊക്കെ വിളിച്ചോക്കെ പേരും അറിയില്ല. ജിൽഷാക്ക് വിളിച്ചോക്കെ പേര് അല്ല. ഇത് നല്ല കേൾക്കുള്ളൂ. ജിൽഷാനെ വിളിച്ചോക്കെ പേര്. വാടാ പള്ളി പോവാ. വാടാ പള്ളി പോവാ. വാ ആൾക്കാർക്ക് മനസ്സിലാവും ആദ്യമായിട്ട് പള്ളി പോണ. ഇന്ന് ഇമാമ ഇജാണേ. ആ അന്ന് മരവണ അങ്ങനെ ഒരു മാമൂലുണ്ട്. വാ തുണി എടുത്താല് ഇത് ഫേസ്ബുക്കിലുള്ള
അണ തെരഞ്ഞ് നടക്കണേ ഞാൻ ഭക്ഷണം കഴിച്ചോ അറിയാൻ വേണ്ടിട്ട്. ഉളുപ്പ് വേണം, ഉളുപ്പ്. ഭക്ഷണം കാണുമ്പോ ചങ്ങായിനെ മറക്കണല്ല സൗഹൃദം, മനസ്സിലായോ? സഫാനും 101 നുണക്കഥകളും. എന്തൊക്കെ വിജയിച്ചോ? വിജയിച്ചോ? എല്ലാവരും പോവാട്ടെ ഗൈസ്. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഇന്നലെ അഹങ്കാരം കൂടുതലാണ് പറഞ്ഞ ശേഷം ഒരു വീഡിയോസ് എടുക്കുന്നില്ല. ഇവിടെ കമന്റില് വന്നിട്ട് എൻ്റെ ഓക്ക് അഹങ്കാരം കൂടുതലാണ് പറഞ്ഞപ്പോ പിന്നെ എൻ്റെ ശേഷം എന്നോടൊന്നും മിണ്ടണില്ല. ഞാൻ അഹങ്കാരം കാണിക്കാതെ പറയുമ്പോൾ കാണിച്ചിട്ട് പറയട്ടെ, ആ കമന്റിന്റെ ആളെ കുറിച്ച് പറയുന്നത് അങ്ങനെ പറയരുത്. കാരണം വീഡിയോയിലൂടെ കാണുന്നുണ്ട്, നമ്മള് നേരിട്ട് കാണുന്നുണ്ട്. നേരിട്ട് കണ്ടവളോ ഓക്കെ അവാർഡ് കൊടുക്കും. ഓല് പറഞ്ഞ കറക്റ്റാണ്. ആര് കളങ്കമില്ലാത്ത മനസ്സാണ്. ഇത് എത്ര മാസവാടകയാണോ ദിവസം വേദാനോ? നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ അപ്പൊ എത്ര നോമ്പ് എടുത്തു? മാഷാല്ലാ. എന്നിട്ട് ശങ്കച്ചേ, എന്നിട്ട് എന്തൊക്കെയുണ്ട്? ഇത് നമ്മളൊരു നാട്ടുകാരും കൂടിയാണ് കേട്ടോ, അത് വേറൊരു കാര്യം. പിന്നെ ആരെ ആ ഉമ്മച്ചി എന്തൊക്കെയുണ്ട്? നോമ്പ് നോറ്റൽ കൂടി ഇത്ര ക്ഷീണമില്ലല്ലോ. എടാ സത്യം പറയുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഫുള്ള് തന്നെയാണ് എന്റെ തലക്കും വില. എന്താ ലക്ഷദ്വീപുള്ള ആളെ വിളിച്ചു, ഇവരെ വിളിച്ചില്ല എന്നാ പരാതി. ലക്ഷദ്വീപിന്റെ കഥ കൊണ്ടോട്ട് എത്തപ്പോഴാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ പിന്നെ പെട്ടെന്ന് വരിന്ന് പറഞ്ഞാണ്ട് നമ്മൾ കഴിക്കണതും കൂട്ടിയിട്ട് തിന്നിട്ട് പോയത്. ഒരു ഒരുക്കായിട്ട് ഉണ്ടാക്കിയില്ല, ഒരു കൊണ്ടോട്ട് എത്തിയപ്പോ പെട്ടെന്ന് വിളിച്ചാണ്. ക്യാമറ ഓഫാക്കി തരാന്ന് പറയാതെ പറയണ്ടേ. WCCയോ? WCC അല്ല, അത് നമ്മളെ ഗ്രൂപ്പാണ്. അതല്ല അതല്ല, പുതിയ അറിവാണ്. WCC അല്ല, ആധാർ കാർഡ് ഒരു ഫോട്ടോ കൊടുത്തിട്ട് 750 തരണ്ടേ? ഇതൊക്കെയാണ് സ്നേഹം. ണ്ടാ പരിപാടി കഴിച്ച് കയ്യിൽ കൊടുക്കുക. തിന്നാണ് പോയ പോരാ ണ്ടാ. ഷാബാക്കാനൊക്കെ എടുത്ത് പറയണ്ട. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇവരല്ലേ ബാക്കിയായത് ഇവിടെ. ആ ഗ്രൂപ്പിലല്ലേ? ഇത് പിന്നെ അരീക്കോട് കൊണ്ടുപോണ തിരക്കിലാണ്. അല്ല അതറിയാൻ വേണ്ടി, ഇത് അറിയാൻ വേണ്ടിട്ടുള്ളേ. ആ മതി മതി വർത്താനം. അവിടെ ഒരാൾ സൈലന്റ് അറ്റാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ഇപ്പഴല്ലേ ഇരുന്നിന് ആദ്യം അത്താഴത്തിനും കൂടി ഉള്ള ഇപ്പം കഴിക്കാം. ക്യാമറ കണ്ടാണ്ടുള്ള മറ്റേ ഇങ്ങനൊന്നും ഇല്ലേനല്ലോ പറ്റി ക്യാമറ. അപ്പൊ നമ്മള് നോമ്പുത്രയിൽ എല്ലാവരും സഹായിച്ച സപ്പോർട്ട് ചെയ്ത തിന്നാനായിട്ട് വന്നവർക്കും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ആളാണ് കേട്ടോ. ഈ വരല് കാണുന്ന ആളാണ് വീട്ടുകാരി. പക്ഷെ അന്തം വിട്ടിക്കണ ഈ വീട്ടിൽ. അപ്പൊ എല്ലാവർക്കും ഒറ്റ വാക്കില് നന്ദി അറിയിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നവർക്കും പരിചയപ്പെട്ടവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ
ഇനി അഥവാ വന്നിട്ടില്ല എനിക്ക് പിരാക്കം കുടുങ്ങിയിട്ടുണ്ടാവും അപ്പൊ 2 ദിവസം വ്ളോഗിൽ ഉണ്ടാവില്ല. ആരും നിയത്തൊക്കെ മറക്കണ്ട. വീഡിയോ കണ്ട ഉടനെ തന്നെ നിയത്ത് വെച്ചോളി അല്ലേ? ശരി. അപ്പൊ ഓക്കെ ബൈ.